കഴിഞ്ഞ ദിവസം നമ്മൾ ടെക്നോളജിയുടെ ആപ്ലിക്കേഷനിൽ മെഡിസിനിലുള്ള ആപ്ലിക്കേഷനാണ് അത്. നമ്മൾ ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിനെ കുറിച്ച് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റ് ഒന്നാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. ഇപ്പൊ എന്താണ് ജീൻ തെറാപ്പി എന്ന് ചോദിക്കാം. ജീൻ തെറാപ്പി എന്ന് വെച്ചാൽ ഇതൊരു കളക്ഷൻ ഓഫ് മെത്തേഡാണ്. അതിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ഡിഫക്റ്റീവ് ജീനിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ള പ്രോസസ്സ്. യൂഷ്വലി വളരെ ചെറിയ കുട്ടികളിൽ, ചൈൽഡിലോ അല്ലെങ്കിൽ എംബ്രിയോയിലോ ആണ് നമ്മൾ ഈ കറക്ഷൻ നടത്തുന്നത്. ഇപ്പൊ ഒരു ഡിഫക്റ്റീവ് ജീനിനെ മാറ്റി നമ്മളവിടെ ഒരു നോർമൽ ജീൻ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ എന്തെങ്കിലും ജനറ്റിക് എറേഴ്സ് വരികയാണെങ്കിൽ അങ്ങനെയുള്ള അതിന് കാരണമാകുന്ന ജീൻ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ജീൻസിനെ റിമൂവ് ചെയ്ത് മാറ്റി പകരം നോർമൽ ജീൻ ഇൻസേർട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഒരു ക്യൂർ ഉണ്ടാക്കും. ആ ക്യൂറിനെയാണ് നമ്മൾ ശരിക്കും ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പൊ ജീൻ തെറാപ്പി എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് മെത്തേഡ്സ്. കളക്ഷൻ ഓഫ് മെത്തേഡ്സ് ആണ് ജീൻ തെറാപ്പി. ഈസ് എ കളക്ഷൻ ഓഫ് മെത്തേഡ്. അതിനകത്ത് എന്ത് ചെയ്യുന്നു? വിച്ച് അലോസ് correction of a gene. correction of a gene. എവിടെയാണ്? ഒരു ചൈൽഡിലോ അല്ലെങ്കിൽ എംബ്രിയോയിലോ. ഒരു ചൈൽഡിലോ എംബ്രിയോയിലോ ഉണ്ടാകുന്ന ജീനിനെ, അതായത് ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീനിനെ കറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ്, ആ മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പം ജനറ്റിക്കലി വരുന്ന ഒരു ഡിസീസ് അല്ലേ, ജീൻ കൺട്രോൾഡ് ഡിസീസിന് നമ്മൾ എന്ത് കൊടുക്കുന്നു? ക്യൂർ കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. ഫസ്റ്റ് ജീൻ തെറാപ്പി ചെയ്തത്, ആദ്യമായിട്ട് ജീൻ തെറാപ്പി ക്യാരി ഔട്ട് ചെയ്തത് 1990-ലാണ്. 4 വയസ്സുള്ള ഒരു ഗേൾ ചൈൽഡിലാണ് എന്ത് ചെയ്തത്? ജീൻ തെറാപ്പി ആദ്യമായിട്ട് ചെയ്തത്. ആ കുട്ടിക്ക് വന്ന ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ADA എന്ന് പറയുന്ന എൻസൈമിന്റെ ഡെഫിഷ്യൻസി ആ കുട്ടിക്ക് ഉണ്ടായി. അപ്പൊ ആ ഡെഫിഷ്യൻസിക്ക് ക്യൂർ കൊടുക്കുക എന്നുള്ളതാണ് ജീൻ തെറാപ്പി കൊണ്ട് ലക്ഷ്യമിട്ടത്. ശരിക്കും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. 1990-ല് 4 വയസ്സുള്ള ഒരു ഗേൾ ചൈൽഡിനാണ് നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്തത്? ജീൻ തെറാപ്പി ചെയ്തത്. അപ്പൊ എന്താണ് ആ കുട്ടിക്ക് ഉണ്ടായിരുന്ന അസുഖം എന്ന് പറയുന്ന ഡിസോർഡർ എന്ന് പറയുന്നത് ADA ഡെഫിഷ്യൻസിയാണ്. ഇതൊരു ആട്ടോസോമൽ ഡെഫിഷ്യൻസിയാണ്. ആട്ടോസോമൽ ഡെഫിഷ്യൻസിയാണ്. ഇവിടെ സംഭവിക്കുന്നത് ഈ ക്രോമസോമിലെ ചില ഭാഗങ്ങൾക്ക് അബറേഷൻ സംഭവിച്ചു. ഡെലീഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വന്നതിന്റെ ഫലമായിട്ട് ആ ജീൻ ഇല്ലാതാവുന്ന ഒരവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ADA ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പൊ ADA എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥയാണ് ആട്ടോസോമൽ ഡെഫിഷ്യൻസി. ആട്ടോസോമൽ ഡിസോർഡർ ആണ്, ഡെലിഷൻ ഓഫ് ജീൻ ആണ് ഈ ഒരു ഡിസോർഡറിന് കാരണമാകുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ വന്ന സമയത്ത് ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്നത് ഒന്ന് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ കൊടുത്തിരുന്നു. മറ്റൊന്നെന്ന് പറയുന്നത് എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പി. എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പിയും ക്യാരി ഔട്ട് ചെയ്യും. അതായത് ചിലർക്ക് ഈ അസ്വസ്ഥതകൾ വന്ന ചിലർക്ക് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ, മറ്റു ചിലർക്ക് എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പിയാണ് ചെയ്തത്. എന്നാൽ ഈ 2 മെത്തേഡും ഒരു പെർമനന്റ് ക്യൂർ കിട്ടിയില്ല. എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫങ്ഷണൽ ആയിട്ടുള്ള ADA ബ്ലഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻജെക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ക്യൂർ ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്നാൽ 2 മെത്തേഡും എന്താണ് പൂർണ്ണമായിട്ട് സക്സസ്ഫുൾ ആയില്ല. ADA ഡെഫിഷ്യൻസി വരികയാണ് എങ്കിൽ ആ പേഷ്യന്റിന്റെ ബ്ലഡിനകത്ത് ഫങ്ഷണൽ ആയിട്ടുള്ള T ലിംബോസൈറ്റ്സ് കാണുകയില്ല. അപ്പൊ ലിംബോസൈറ്റ്സിന് വരുന്ന ഒരു തകരാറ് കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ ഈ ലിംബോസൈറ്റ്സ് ഇല്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അത് നോൺ ഫങ്ഷണൽ ആകുമ്പോൾ, ഏതെങ്കിലും ഫോറിൻ പാത്തോജൻ ബോഡിയിലേക്ക് എൻ്റർ ചെയ്താൽ അതിനെതിരെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് ബോഡിക്ക് സാധിക്കാതെ വരും. അപ്പം ഇമ്മ്യൂണിറ്റിയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു എൻസൈമാണ് ADA എന്ന് പറയുന്നത്.
ഇപ്പൊ നമ്മൾ ജീൻ തെറാപ്പി പലതരത്തിലുള്ള ഡിസീസിന് ക്യൂർ കൊടുക്കുന്നുണ്ട്. ഇന്ന് ബയോടെക്നോളജിക്കൽ മെത്തേഡ് അനുസരിച്ച് പല ഡിസീസിന് ക്യൂർ കൊടുക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ADA ഡെഫിഷ്യൻസി. ശരിക്കും പറഞ്ഞാൽ ഇത് വരുന്നത് സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി എന്നാണ് പറയുന്നത്. ഇതുകൂടാതെ ക്യാൻസറസ് കണ്ടീഷൻ വരികയാണെങ്കിലും എന്ത് കൊടുക്കുന്നുണ്ട്? ക്യൂറ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുകൂടാതെ ഇൻബോൺ എറേഴ്സ് ആയിട്ടുള്ള മറ്റു പല രോഗങ്ങൾക്കും ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ക്യൂർ കൊടുക്കാനായിട്ട് സാധിക്കും. ജീൻ തെറാപ്പി നമ്മൾ ഏതൊക്കെ രോഗങ്ങൾക്കാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ്? സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി എന്ന് പറയുന്ന അവസ്ഥയ്ക്ക്, അതുപോലെ ക്യാൻസർ കണ്ടീഷൻ വരികയാണെങ്കിൽ, അതുപോലെ ഹീമോഫീലിയ എന്ന് പറയുന്ന ഒരവസ്ഥയ്ക്ക്, സിസ്റ്റിക് ഫൈബ്രോസിസ്, ഈ ഡിസീസിനൊക്കെ ശരിക്കും ഫലം കണ്ടു, അതായത് ട്രീറ്റ്മെന്റ് സക്സസ്ഫുൾ ആയി എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ജീൻ തെറാപ്പി എന്ന് പറയുന്നത് ശരിക്കും വളരെയധികം അഡ്വാൻറ്റേജ് ഉള്ള മെഡിസിനൽ രംഗത്തുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. അതായത് ഇതെല്ലാം ജനറ്റിക് ഡിസോർഡേഴ്സ് ആണ്. ഈ ജനറ്റിക് ഡിസോർഡേഴ്സിൽ നിന്നുമൊക്കെ നമുക്ക് എന്ത് കിട്ടുന്നു? നോർമൽ ജീൻ ഇൻഡ്യൂസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് കിട്ടുന്നു? പെർമനന്റ് ക്യൂർ കിട്ടുന്നു. ജീൻ തെറാപ്പിക്ക് എങ്ങനെ ക്യൂർ കണ്ടെത്താം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം എന്തെങ്കിലും ജനറ്റിക് ഡിസോർഡേഴ്സ്, നമ്മുടെ ഇവിടുത്തെ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ADA ഡെഫിഷ്യൻസി ആണ്. എന്താണെന്ന് പറഞ്ഞു അല്ലെ? ഡെലിഷൻ ഓഫ് എ ജീൻ ആണ് ADA ഡെഫിഷ്യൻസിക്ക് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഫോറിൻ പാത്തോജൻ ബോഡിയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇതിൽ ഈ ഒരു ADA ഡെഫിഷ്യൻസി ഉള്ള പേഷ്യന്റിന്റെ ബ്ലഡ് സീറം കളക്ട് ചെയ്ത്, എസ്പെഷ്യലി ലിംബോസൈറ്റ്സ് സെല്ല് കളക്ട് ചെയ്തിട്ട് അത് നമ്മൾ ഇൻവിട്രോ ആയിട്ട് കൾച്ചർ മീഡിയത്തിൽ ഗ്രോ ചെയ്യാൻ അനുവദിച്ചു. ഇനി നമ്മുടെ ADAയുടെ നോർമൽ ജീൻ, ആ ജീൻ എന്താണ് എന്ന് സ്റ്റഡി ചെയ്തതിനു ശേഷം അതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള DNA, ADAC DNA ഒരു റിട്രോവൈറൽ വെക്ടറിന്റെ സഹായത്തോടു കൂടി എവിടെ കൊടുക്കുന്നു? ഈ കൾച്ചർ മീഡിയത്തിലേക്ക് കൊടുക്കുന്നു. നമുക്ക് RNA ടെക്നോളജി എന്താണെന്ന് അറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന? ഒരു വെക്ടറിന്റെ സഹായത്തോടു കൂടി ഈ ADAയുടെ ജീൻ സീക്വൻസ് ഉള്ള DNA, അതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള DNA എവിടെ കൊടുക്കുന്നു? ഈ കൾച്ചർ മീഡിയത്തിലേക്ക് കൊടുക്കുന്നു. അപ്പൊ നമുക്കറിയാം ആ ലിംബോസൈറ്റ് സെൽസിനകത്ത് എന്തില്ല? ADAയുടെ നോർമൽ ADA പ്രൊഡ്യൂസിങ് ജീൻ സീക്വൻസ് ഇല്ല. ഇപ്പൊ സ്വാഭാവികമായിട്ടും റീകോമ്പിനേഷൻ നടക്കും. റീകോമ്പിനേഷൻ നടന്നു കഴിഞ്ഞാൽ ലിംബോസൈറ്റ്സ് സെൽസ് എല്ലാം എന്തായിട്ട് മാറും? റീകോമ്പിനന്റ് ആയി. വെക്ടറിന്റെ സഹായത്തോടു കൂടി, റിട്രോവൈറൽ വെക്ടറിന്റെ സഹായത്തോടു കൂടി നമ്മുടെ ലിംബോസൈറ്റ് സെൽസ് എല്ലാം എന്തായിട്ട് മാറി? ADA പ്രൊഡ്യൂസിങ് ജീൻ സീക്വൻസ് ഉള്ള റീകോമ്പിനന്റ് സെൽസ് ആയിട്ട് മാറി. തുടർന്ന് ഈ സെൽസ് നമ്മൾ എന്ത് ചെയ്യുന്നു? പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് നമ്മൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പേഷ്യന്റിന് എന്ത് കിട്ടും? ക്യൂർ കിട്ടുന്നുണ്ട്. എന്നാൽ ഇത് കൂടെ പീരിയോഡിക് ഇൻഫ്യൂഷൻ കൊടുക്കേണ്ടി വരുന്നു. റീകോമ്പിനന്റ് ആയിട്ടുള്ള ലിംബോസൈറ്റ്സിന്റെ അളവ് വീണ്ടും പേഷ്യൻസിന് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഈ ലിംബോസൈറ്റ് സെൽസ് എന്ന് പറയുന്നത് ദേ ആർ നോട്ട് ഇമ്മോർട്ടൽ. എന്ന് വെച്ചാൽ എന്താണ്? മോർട്ടൽ ആണ്. അപ്പൊ അതിന്റെ ടൈം പീരീഡ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും എന്താണ്? പീരിയോഡിക് ഇൻഫ്യൂഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ അതൊരു പെർമനന്റ് ക്യൂർ അല്ല എന്നാണ് പറയപ്പെടുന്നത്. പിന്നീടുള്ള റിസർച്ച് വർക്കുകൾ പറയുന്നത്, നമ്മൾ സസ്പെക്ട് ചെയ്യുന്ന പേഷ്യൻസിൽ, ഇപ്പൊ ഒരു ഫാമിലിയിൽ ആർക്കെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പുതിയ ജനറേഷനിൽ ഉണ്ടാകാം. അപ്പൊ ഏർലി എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ നമ്മളിത് ഐഡന്റിഫിക്കേഷൻ നടത്താനുള്ള ശ്രമം നടത്തി നമ്മളത് ADA ഡെഫിഷ്യൻസി ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു കുഞ്ഞാണ് എങ്കിൽ എംബ്രിയോണിക് കണ്ടീഷനിൽ തന്നെ ആ എംബ്രിയോയിന്റെ ബോൺമാരോ സെൽസ് നമ്മൾ എന്ത് ചെയ്യുന്നു? കൾച്ചർ ചെയ്യുന്നു. ഇൻവിട്രോ ആയിട്ട് ഔട്ട്സൈഡ് ദ ബോഡിയിൽ വെച്ച് കൾച്ചർ ചെയ്തതിനു ശേഷം നേരത്തെ പറഞ്ഞതുപോലെ ഒരു റിട്രോവൈറൽ വെക്ടറിന്റെ പ്രസൻസിൽ ആ ജീനിന്, ADA ജീനിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള DNA സീക്വൻസ് നമ്മൾ ഈ കൾച്ചർ മീഡിയത്തിൽ കൊടുത്തു കഴിയുമ്പോൾ ആ ബോൺമാരോ സെൽസ് എന്താണ്? അതിനകത്ത് അത് കൂടെ റീകോമ്പിനന്റ് ആകും. ട്രാൻസ്ഫർമേഷൻ നടന്നാൽ എന്താകും? റീകോമ്പിനന്റ് ആയിട്ട് മാറും. ഈ സെൽസിനെ നമുക്ക് തിരിച്ച് എംബ്രിയോയ്ക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ജനിച്ചു കഴിയുന്ന കുഞ്ഞിന് പെർമനന്റ് ക്യൂർ ആയിരിക്കും കിട്ടുന്നത്.
അപ്പൊ ADA ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ജീൻ തെറാപ്പി എന്ന് പറയുന്ന ഫീൽഡില് ഏറ്റവും നല്ല ഒരു അഡ്വാൻറ്റേജ് വന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. തെറാപ്പി എന്താണെന്ന് മനസ്സിലായല്ലോ. എന്താണ്? ഇതൊരു കളക്ഷൻ ഓഫ് മെത്തേഡ് ആണ്. ഈ മെത്തേഡിൽ നമ്മൾ എന്താണ് ഡിസീസ്ഡ് ആയിട്ടുള്ള ജീൻസിനെ അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീൻസിനെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് പകരം നോർമൽ ജീൻ ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. നമുക്കിവിടെ പഠിക്കാനുള്ളത് ADA എന്ന് പറയുന്ന എൻസൈംസിന്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ എൻസൈമിന് കാരണമായ ജീനിന് നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ജീൻ സീക്വൻസിന്റെ ഡെഫിഷ്യൻസി ഡെലിഷൻ കൊണ്ടാണ് ഉണ്ടാകുന്നത്. അതൊരു ഓട്ടോസോമൽ ഡെഫിഷ്യൻസി ആണ്. അങ്ങനെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിയാണ് അത് സാരമായി ബാധിക്കുന്നത്. ഇപ്പൊ ഏർലി എംബ്രിയോണിക് കണ്ടീഷനിലാണ് ഇത് ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർമനന്റ് ക്യൂർ കിട്ടുന്നത്. അപ്പൊ ഏറ്റവും നല്ല ക്യൂർ എന്ന് പറയുന്നത് എംബ്രിയോണിക് കണ്ടീഷനിൽ ബോൺ മാരോ സെൽസ് കളക്ട് ചെയ്യുക, അത് ഇൻവിട്രോ ആയിട്ട് കൾച്ചർ ചെയ്തതിനു ശേഷം റിട്രോവൈറൽ വെക്ടറിന്റെ സഹായത്തോടു കൂടി നമുക്ക് ADAക്ക് കോംപ്ലിമെന്ററി ആയ DNA നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു ഈ വെക്ടറിന്റെ സഹായത്തോടു കൂടി. അപ്പോൾ സെൽസ് എന്താകുന്നു? റീകോമിനന്റ് ആയിട്ട് മാറുന്നു. നോർമൽ ADA പ്രൊഡ്യൂസിങ് ജീൻ സീക്വൻസ് ഉള്ള സെൽസ് ആകുന്നു. തിരിച്ച് എംബ്രിയോയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. എങ്കൾ എന്താകുന്നു? പെർമനന്റ് ക്യൂറുള്ള ഒരു കുഞ്ഞായിട്ട് മാറും. മനസ്സിലായോ? മെഡിസിനൽ ആപ്ലിക്കേഷനിൽ വരുന്ന മറ്റൊരു മെത്തേഡാണ് മോളിക്കുലാർ ഡയഗ്നോസിസ്. ഡയഗ്നോസിസ് എന്താണെന്ന് നമുക്ക് അറിയാം അല്ലെ? ഒരു ഡിസീസ് സിംറ്റംസ് ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒരു പാത്തോജൻ എൻ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിയുക എന്നുള്ളതാണ് ഡയഗ്നോസിസ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സാധാരണ നമ്മൾ എന്താണ് ഒരു സിംറ്റം വരുമ്പോഴാണ് നമ്മൾ എപ്പോഴും എന്താണ് അസ്വസ്ഥത എന്ന് പറഞ്ഞ് ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നത്. അപ്പൊ ആദ്യം ഓറൽ മെഡിസിൻ തരും. അത് കഴിഞ്ഞാൽ അസ്വസ്ഥതകൾ കൂടിക്കൊണ്ടിരിക്കുന്ന കൂടുതൽ സിംറ്റംസ് വരുമ്പോൾ ഡോക്ടർ നമ്മളോട് പറയും ബ്ലഡ് സീറം അനാലിസിസ് അല്ലെങ്കിൽ യൂറിൻ അനാലിസിസിനൊക്കെ നമ്മളെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. ആ ഒരു അനാലിസിസിലൂടെ നമുക്ക് ഏതെങ്കിലും ഡിസീസ് സിംറ്റംസ് ഉണ്ട് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ അതിനർത്ഥം നമ്മുടെ ബോഡിയിൽ പാത്തോജന്റെ അളവ് വളരെ കൂടുതലായിട്ടുണ്ട് എന്നാണ്. അപ്പൊ പാത്തോജന്റെ അളവ് വളരെ കൂടുതൽ ഹൈ കോൺസെൻട്രേഷൻ വരുമ്പോഴാണ് നമ്മുടെ ബോഡി ഡിസീസ് സിംറ്റം കാണിക്കുന്നത്. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഡയഗ്നോസിസിൽ, അതായത് മോളിക്കുലാർ ഡയഗ്നോസിസ് കൊണ്ട് ഏർലി ഡിറ്റക്ഷൻ ഓഫ് എ ഡിസീസ് അല്ലെങ്കിൽ പാത്തോജൻ വളരെ ഏർലി ആയിട്ട് വളരെ കുറഞ്ഞ കോൺസെൻട്രേഷനിലാണ് നമ്മുടെ ബോഡിയിൽ ഉള്ളത് എങ്കിലും നമുക്ക് വളരെ നേരത്തെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്യൂർ കൊടുക്കുവാനായിട്ട് കഴിയും. നമ്മൾ ഇതുവരെ പഠിച്ച മെത്തേഡിൽ പ്രധാനമായിട്ടും ഈ ഒരു മോളിക്കുലാർ ഡയഗ്നോസിസിന് നമ്മളെ സഹായിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഒന്ന് PCR, നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. മറ്റൊന്ന് rDNA ടെക്നോളജി, റീകോമ്പിനന്റ് DNA ടെക്നോളജി. Then third one, ELISA test, enzyme linked immunosorbent assay എന്ന് പറയും. അപ്പൊ ഈ 3 ടെസ്റ്റ് ജനറ്റിക് എഞ്ചിനീയറിംഗിൽ വന്നതാണ്. അപ്പൊ ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ അഡ്വാൻറ്റേജ് ആണ് ഒന്നുകിൽ PCR അല്ലെങ്കിൽ rDNA ടെക്നോളജി അല്ലെങ്കിൽ ELISA ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു? ഏർലി ഡയഗ്നോസിസ് നടത്താനും അതുവഴി നമുക്ക് ക്യൂർ കണ്ടെത്താനും, അതായത് വളരെ കുറഞ്ഞ കോൺസെൻട്രേഷനിലുള്ള പാത്തോജനെ പോലും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു. അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഒന്നുകിൽ പാത്തോജൻ ഐഡന്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ആ ആന്റിജനെതിരെ നമ്മുടെ ബോഡി ആന്റിബോഡി, അതായത് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ് ഒരു ആന്റിജൻ, ഒരു ഫോറിൻ പാർട്ടിക്കിൾ ബോഡിയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബോഡി പ്രതികരിക്കുന്നത് ആന്റിബോഡി പ്രൊഡക്ഷനിലൂടെയാണ്. അപ്പോൾ ഒന്നുകിൽ ആന്റിജനെ കണ്ടെത്താം, അല്ലെങ്കിൽ ആന്റിബോഡിയുടെ പ്രസൻസ് കണ്ടെത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യൂർ കൊടുക്കാനായിട്ട് സാധിക്കും. മോളിക്കുലർ ഡയഗ്നോസിസിലെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് PCR. എന്താണെന്ന് അറിയാം, പഠിച്ചു കഴിഞ്ഞതാണ്. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്?
സംഭവിക്കുന്നത്? ജനറ്റിക് മെറ്റീരിയലിന്റെ ആംപ്ലിഫിക്കേഷൻ ആണ്. അതായത് ബില്യൺസ് ഓഫ് കോപ്പീസ് ഓഫ് DNA അല്ലെങ്കിൽ RNA നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ, അത്രയും കോപ്പീസിനെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് PCR-ന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ബ്ലഡ് സീറം അനാലിസിസ് നടത്തുന്ന PCR ടെക്നിക്ക് വഴി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്ലഡിനകത്ത് ഫോറിൻ പാത്തോജൻ ഉണ്ട് എങ്കിൽ ആംപ്ലിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതും എന്ത് ചെയ്യുന്നു? അതിന്റെ ജനറ്റിക് മെറ്റീരിയലിനും ആംപ്ലിഫിക്കേഷൻ സംഭവിക്കും. ഒന്നുകിൽ അതൊരു വൈറസ് ആകാം, അല്ലെങ്കിൽ ബാക്ടീരിയ ആകാം, മറ്റേതെങ്കിലും പാത്തോജൻ ആകാം. എന്തായാലും അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ ഇറ്റ് മേ ബി ഏതർ DNA ഓർ RNA. DNA ആകാം അല്ലെങ്കിൽ RNA ആകാം. അപ്പൊ ആംപ്ലിഫിക്കേഷനിലൂടെ നമുക്ക് ഏത് പാത്തോജന്റെ ജനറ്റിക് മെറ്റീരിയൽ ആണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് RT-PCR ടെസ്റ്റ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് കോവിഡ് പരിശോധനയായിട്ട് ബന്ധപ്പെട്ട്. ഇതല്ലാതെ HIV സസ്പെക്ട് ചെയ്യുന്ന, അതായത് എയ്ഡ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് സസ്പെക്ട് ചെയ്യുന്ന പേഷ്യൻസിൽ HIV വൈറസ് ഉണ്ടോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു ഈ ഒരു PCR മെത്തേഡിലൂടെ. അതുപോലെ തന്നെ ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് സസ്പെക്ട് ചെയ്യുന്നവരിൽ ഈ PCR ടെസ്റ്റിലൂടെ നമുക്ക് ജീൻസ്, മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ജീൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നു. മറ്റ് പല ജനറ്റിക് ഡിസോർഡേഴ്സിനെയും ഡയഗ്നോസിസ് നടത്താനായിട്ട് PCR എന്ന് പറയുന്ന ടെസ്റ്റ് സഹായിക്കും. മോളിക്കുലർ ഡയഗ്നോസിലെ മറ്റൊരു ടെസ്റ്റ് എന്ന് പറയുന്നത് എലിസ ടെസ്റ്റ് ആണ്. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ ടെസ്റ്റ് എന്ന് മനസ്സിലാക്കാം. ഈ ഒരു ടെസ്റ്റിലൂടെ
ബോഡിയിൽ ആന്റിജൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോറിൻ പാത്തോജൻ ഉണ്ട്, അല്ലെങ്കിൽ ഈ ആന്റിജനെതിരായിട്ട് നമ്മുടെ ബോഡി ഏതെങ്കിലും ആന്റിബോഡി ഉത്പാദിപ്പിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പൊ ഒരു പാത്തോജൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ബോഡിയിൽ ആന്റിബോഡി ഉണ്ട്. അപ്പൊ നമുക്ക് ഈ എലിസ ടെസ്റ്റിലൂടെ ഒന്നുകിൽ ആന്റിബോഡി ആയിരിക്കും ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ആ ഫോറിൻ പാത്തോജൻ എന്താണ്, ആന്റിജൻ എന്താണ് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നത്. അതും എന്താണ്, ഏർലി ഡിറ്റക്ഷൻ ആണ്. എലിസ ടെസ്റ്റിലൂടെയും നമുക്ക് ഒരു ഡിസീസ് ഉണ്ടോ ഇല്ലയോ എന്ന് വളരെ നേരത്തെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിയും. ഡയഗ്നോസിസിലെ മറ്റൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് RDNA ടെക്നോളജിയാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ സിംഗിൾ സ്റ്റാൻഡ് DNA അല്ലെങ്കിൽ ഒരു RNA നമ്മൾ എന്ത് ചെയ്തിട്ട് റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ ടാഗ് ചെയ്ത് വെക്കും. അതിനെ നമ്മൾ പ്രോബ് എന്നാണ് പറയുന്നത്. ഇനി ചെയ്യുന്നത് ഇതിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലോൺ ഓഫ് സെൽസിനകത്ത്, അതായത് ഇതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള DNA ഉള്ള സെൽസിനകത്തേക്ക് നമ്മൾ ഈ പ്രോബിനെ ട്രാൻസ്ഫർ ചെയ്യും, ഇട്ടുകൊടുക്കും. അപ്പൊ അവിടെ എന്താണ്, ഹൈബ്രിഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് ഈ ക്ലോൺ ഓഫ് സെൽസിനകത്തുള്ള DNA ജീൻ സീക്വൻസിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ജീൻ സീക്വൻസ് ആയിരിക്കും നമ്മുടെ ഈ പ്രോബിനകത്തുള്ള ജനറ്റിക് മെറ്റീരിയലിനകത്ത് കാണപ്പെടും. അപ്പൊ നമ്മൾ ആദ്യം ഒരു പ്രോബ് നിർമ്മിക്കുന്നു, തുടർന്ന് അതിന് എന്ത് ചെയ്യുന്നു, അലോഡ് ടു ഹൈബ്രിഡൈസ് ടു ഇറ്റ്സ് കോംപ്ലിമെന്ററി DNA ഇൻ എ ക്ലോൺ ഓഫ് സെൽസ്. അതായത് ഈ കൾച്ചർ മീഡിയത്തിലുള്ള സെൽസിനകത്ത് ഉള്ള ജനറ്റിക് മെറ്റീരിയലിന്റെ നൈട്രജൻ സീക്വൻസ്, ബേസ് സീക്വൻസിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ബേസ് സീക്വൻസ് ആയിരിക്കും പ്രോബിനകത്തുള്ളത്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്താണ്, പരസ്പരം കോംപ്ലിമെന്ററി ആണ് എങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഡബിൾ സ്റ്റാൻഡേർഡ് നേച്ചർ ഹൈബ്രിഡൈസേഷൻ അവിടെ നടക്കും. ഇനി നമ്മൾ അട്ടോ റേഡിയോഗ്രാഫി ടെസ്റ്റിന് വിധേയമാക്കുകയാണ് എങ്കിൽ ഈ സെൽസിനകത്തുള്ള DNA അല്ലെങ്കിൽ RNA നോർമൽ ആണ് എങ്കിൽ, അതായത് മ്യൂട്ടേഷൻ സംഭവിക്കാത്ത DNA ആണ് എങ്കിൽ നമുക്ക് ആ ഫോട്ടോഗ്രാഫിക് ഫിലിമിനകത്ത് അത് ക്ലിയർ ആയിട്ട് അപ്പിയർ ചെയ്യും. എന്നാൽ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ജീൻ സീക്വൻസ് ആ DNA-യിൽ ഉണ്ട് എങ്കിൽ അതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ജീൻ സീക്വൻസ് എവിടെ കാണത്തില്ല, പ്രോബിനകത്ത് കാണത്തില്ല. അപ്പൊ അത് നമുക്ക് ആ ഫോട്ടോഗ്രാഫിക് ഫിലിമിന് ആ ഒരു മ്യൂട്ടേറ്റഡ് ജീൻ ഉള്ളത് അപ്പിയർ ചെയ്യത്തില്ല. അതിലൂടെ നമുക്ക് ക്യാൻസർ സസ്പെക്റ്റഡ് പേഷ്യൻസിന് ഉണ്ടോ, ക്യാൻസറസ് കണ്ടീഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ഏർലി ഡയഗ്നോസിസിലൂടെ അറിയാൻ കഴിയും. മോളിക്കുലർ ഡയഗ്നോസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏർലി ഡിറ്റക്ഷൻ ആണ്. പ്രധാനമായിട്ട് PCR മെത്തേഡ്, അതുപോലെ RDNA ടെക്നോളജി, എലിസ ടെസ്റ്റ് തുടങ്ങിയ ടെസ്റ്റുകൾ വഴി നമുക്ക് പാത്തോജന്റെ പ്രസൻസ് വളരെ ഏർലി ആയിട്ട് ബോഡിയിലുണ്ടോ ഇല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനും ഏർലി ഐഡന്റിഫിക്കേഷനിലൂടെ നമുക്ക് എന്ത് കിട്ടും, പെർമനന്റ് ക്യൂർ നേടാനായിട്ട് സാധിക്കും. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് ADA ഡെഫിഷ്യൻസി എന്ന് പറയുന്ന ഡിസീസിൽ നിന്ന് നമുക്ക് പെർമനന്റ് ക്യൂർ എങ്ങനെ കിട്ടും, ജീൻ തെറാപ്പിയിലൂടെ നമ്മൾ സ്റ്റഡി ചെയ്തു. രണ്ടാമത് മോളിക്കുലർ ഡയഗ്നോസിസ്, അതിൽ പ്രധാനപ്പെട്ട സ്റ്റെപ്സ് ആയ RDNA ടെക്നോളജി, PCR, എലിസ ടെസ്റ്റ്, ഇത്രയുമാണ് പഠിച്ചത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു കോൺസെപ്റ്റുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.